ഓരോ ബാപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം മക്കളിൽ വേണം, ആഖിറത്തിലേക്കുള്ള സമ്പാദ്യം കുടുംബങ്ങളിൽ വേണം, നമ്മുടെ സമ്പത്തിൽ വേണം, ആരോഗ്യത്തിൽ വേണം, എല്ലാറ്റിലും ആഖിറത്തിലേക്ക് സമ്പാദ്യം വേണം. മക്കൾ മുഴുവനും ദുനിയാവിന് വേണ്ടി, സമ്പത്ത് മുഴുവനും ദുനിയാവിന് വേണ്ടി, ആരോഗ്യം മുഴുവനും ദുനിയാവിന് വേണ്ടി. പിന്നെ ആഖിറത്തിന് എന്താ ഉള്ളത്? ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, എല്ലാ നിലക്കും നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നത് ഭൗതിക ജീവിതത്തോടാണ്. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ, ഏറ്റവും ഉത്തമമായ ലോകം, എന്നെന്നും നിലനിൽക്കുന്ന ലോകം, അത് പരലോകമാണ്. ദുനിയാവ് നശിക്കാനുള്ളതാണ്. കോടീശ്വരന്മാർ ഈ ദുനിയാവെന്ന് പോയില്ലേ, ഒരു നയാ പൈസയും അവർ കൊണ്ടുപോയിട്ടില്ലല്ലോ. ലോകം കണ്ട വലിയ മുതലാളിയല്ലേ ഖാറൂൻ മുതലാളി. ഒരു ദിർഹമ് പോലും അയാൾ ഭൂമിയിലേക്ക് ആയിന്ന് പോയപ്പോ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എത്ര കോടിക്കണക്കിനാണ് അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തത്. പക്ഷേ ഭൂമി വിഴുങ്ങിപ്പോയി. ഇന്നും ഭൂമിയിലേക്കാൾ അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കാന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? ഭൂമി വിഴുങ്ങി താഴോട്ട് വലിച്ചു. ധിക്കാരം മൂത്തത് കൊണ്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് താഴ്ത്തിപ്പോയി. സാമ്പത്തികമായ രംഗത്തുള്ള ധിക്കാരം, നന്മകളെ മുഴുവനും തോൽപ്പിക്കാൻ വേണ്ടി ആളെ പ്രേരിപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിനെ താറടിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാനും അയാൾക്ക് മുതൽക്കൂട്ടായി. ദുന്യാവിന്റെ കയ്യിലുണ്ടല്ലോ, നിന്റെ മേലൊരു പരുന്തും പറക്കൂലെന്ന് അയാൾ തീരുമാനിച്ചപ്പോ എല്ലാ പരുന്തിനെയും തളർത്തിയിട്ട് അള്ളാഹു താഴോട്ടങ്ങോട്ട് താഴ്ത്തി. അയാളെയും അയാളെ കൊട്ടാരത്തെയും ഒന്നടങ്കാണ് അള്ളാഹു താഴ്ത്തിയത്. ഖുർആൻ പറയുന്നുണ്ട്, ആ കൊട്ടാരത്തിലല്ലേ നിക്ഷേപങ്ങൾ മുഴുവൻ ഉള്ളത്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, അയാൾക്ക് അള്ളാഹു നൽകിയ നിധിശേഖരങ്ങളുടെ താക്കോലുകൾ തന്നെ ഒട്ടകപ്പുറത്ത് ചുമക്കാൻ മാത്രമുണ്ട്. 100 ഒട്ടകം താക്കോല് ചുമക്കാണെങ്കിൽ തന്നെ എത്ര ഉണ്ടാവും? അപ്പൊ ഖജനാവിൽ എത്ര ഉണ്ടാവും? അല്ലാഹു കണക്കൂട്ടാൻ കഴിയും. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞു. കൃത്യമായി ഒട്ടകത്തിന്റെ കണക്കൊന്നും പറഞ്ഞില്ല. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാത്തിഹഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ, അതിശക്തന്മാരായ ഒരു സംഘം ആളുകൾക്ക് അല്ലെങ്കിൽ ഒട്ടകത്തിന് ചുമക്കാൻ മാത്രം താക്കോലുകളുള്ള നിധിശേഖരം കൊടുത്തിട്ടുണ്ട് ഖാറൂന്. ആ വീടിനെയും അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തി. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, സഹായിക്കാൻ ആരുണ്ടായത്? ആരുണ്ടായില്ല. എത്ര ആളുകൾ ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ നടക്കുമ്പോന്നറിയോ? ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ദുന്യാവ് കണ്ടിട്ട്, ഖാറൂന്റെ കയ്യിലുള്ള ദുന്യാവ് കണ്ടിട്ട് ഖാറൂന്റെ ഒപ്പം കൂടിയ ആൾക്കാർ എത്ര ഉണ്ടായിരുന്നു? ഭൂമിയിലേക്ക് അല്ലാഹു തആല താഴ്ത്തുമ്പോ ആരെങ്കിലും ഒന്ന് വലിച്ചു കയറ്റിയോ? ആരെങ്കിലും ഒരാൾ അവിടെ സങ്കടപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോ? എല്ലാവരും പേടിച്ചോടി, നമ്മളും താഴ്ത്തു പോകുമെന്ന് എഴുതിയിട്ട്. കൂടെയുള്ള ആൾക്കാർ പലരും പേടിച്ചു. കൂടെ നിന്ന ആൾക്കാർ പിറ്റേന്ന് അതേ സ്ഥലത്ത് വന്നിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് പറയാണ്, ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ, അല്ലാഹ് നമുക്ക് വലിയ ഗുണം ചെയ്തുകൊണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളും മൂപ്പരെ കൂടെ താഴോട്ട് പോയിട്ടുണ്ടാവും. നമ്മൾ ആ കൂട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ഭൂമിയിലേക്ക് ആയിന്ന് പോയിട്ടുണ്ടാകും. നമ്മൾ മാറിയത് അള്ളാഹു നമുക്ക് ഇതൊരു നിയമത്താണ്, അനുഗ്രഹമാണ്. മാറിപ്പോയത്, മാറാൻ നമ്മളെ മനസ്സിൽ തോന്നിയത്. പിന്നെ നമ്മൾ ജയിച്ചാൽ എങ്ങനെങ്കിലും ഒരു പണത്തിന്റെ ഒരു തൂക്കം എനിക്ക് എന്നുള്ളതൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് പോയിട്ടുണ്ടാവും. ദുന്യാവിനെ പരിഗണിക്കണം. ജീവിക്കാനും ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിനും അനുസരിച്ച് ഏറ്റവും നല്ല ലോകം പരലോകമാണ്. ശേഷിക്കുന്ന ലോകവും അതാണ്. ദുന്യാവിന്റെ ചതികളിലൊന്നും പെട്ടുപോകരുത്. എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കാണ്. അള്ളാഹുവിന്റെ ഉപദേശമാണ്. ഇവിടെയുള്ള സുഖങ്ങളൊക്കെ താൽക്കാലിക സുഖങ്ങളാണ്. വലിയ സുഖം ലഭിക്കേണ്ട ലോകമാണ് പരലോകം. അവിടെ നമുക്ക് പരാജയമാകരുത്, സന്തോഷകരമാകണം. ദുനിയാവിലുള്ള സമൃദ്ധി ദുനിയാവ് തന്നെ നിൽക്കണമെന്ന ആഗ്രഹം നമുക്ക് തോന്നിപ്പിക്കരുത്. ദുനിയാവിൽ നമ്മൾ നിൽക്കുന്നത് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല സഹോദരങ്ങളെ. ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ദുനിയാവിലുള്ള ജീവിതം. സമ്പാദ്യം അതിനാണ്, കച്ചവടം അതിനാണ്, ബിസിനസ് അതിനാണ്, ഭാര്യ സന്താനങ്ങൾ അതിനാണ്, കുടുംബം അതിനാണ്, സൗകര്യങ്ങൾ അതിനാണ്. എല്ലാറ്റിന്റെയും മേൽവിലാസം ഒന്നാണ്. പരലോക സമ്പാദ്യത്തിന് അള്ളാഹു നൽകിയ നിമിത്തങ്ങളാണ് അതൊക്കെ. ഇതൊക്കെ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം, വേറെ ഒന്നിനുമല്ല. അപ്പൊ എന്നെന്നും ശേഷിക്കുന്ന ലോകത്തിന് വേണ്ടി
ദുനിയാവ് കൈയൊഴിക്കാനും ദുനിയാവ് ചെലവഴിക്കാനും തോന്നണം. ചെലവഴിക്കേണ്ട മാർഗങ്ങളിലൊന്നും തടസ്സമായി നിൽക്കരുത്. ഭൗതിക ജീവിതം താല്പര്യമായി മുന്നോട്ട് വരുമ്പോ ദുനിയാവിൽ കൊടുക്കേണ്ടത് പലതും പലർക്കും കൊടുക്കാൻ തോന്നൂല. നിർബന്ധ ബാധ്യതകളൊക്കെ വീട്ടണം. കാരണം എനിക്ക് പരലോകത്തേക്ക് പോകാനുള്ള ആളാണ് ഞാൻ. ദുനിയാവിൽ എന്നെന്നും ജീവിക്കാൻ ഒരാൾക്കും അല്ലാഹുത്തആല ഇവിടെ പെർമിഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ അല്ലാഹുത്തആല സമ്മതം ചോദിച്ചിരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, വേണ്ട അത്രയും കാലം ഇവിടെ നിൽക്കാമെന്ന്. പക്ഷേ തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വരികയാണ് വേണ്ടത്. അതിനാണ് തങ്ങൾ താല്പര്യം കാണിച്ചു കൊടുത്തത്. ചിന്ത എപ്പോഴും ആഖിറത്തിലേക്കുള്ള ചിന്തയാകണം. മടങ്ങിപ്പോകാനുള്ളവരാണ്, മരിച്ചു പോകാനുള്ളവരാണ്. അതിന്റെ തയ്യാറെടുപ്പോടുകൂടെ ദുനിയാവിലെ ജീവിതത്തെ കാണണം. ദുനിയാവല്ല പരിഗണിക്കേണ്ടത്, ആഖിറമാണ്. ആഖിറത്തിന് പകരം ദുനിയാവിനെ വിൽക്കണം. ദുനിയാവിന് പകരം സഹോദരങ്ങളെ ആഖിറത്തെ വിൽക്കരുത്. ആഖിറം വിറ്റിട്ട് ദുനിയാവ് വാങ്ങരുത്. ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങാൻ കഴിയണം. അതാണ് മഹാന്മാർക്കൊക്കെ കിട്ടിയ കഴിവ്. അവര് ദുനിയാവ് വിറ്റിട്ട് ആഖിറം വാങ്ങിപ്പോയി. ദുനിയാവിൽ കൊടുക്കേണ്ട ഒരു സ്ഥലങ്ങളിലും ഒരു ചെറിയ പിശുക്ക് പോലും അവർക്ക് തോന്നിയിട്ടില്ല. നിർബന്ധ ദാനങ്ങൾ പലതും ഇല്ലേ ബാധ്യതകളായിട്ടുള്ളത്. സകാത്ത് അതിൽപ്പെട്ട ഒന്നാണ്. നേർച്ച അതിൽപ്പെട്ട മറ്റൊന്നാണ്. വാഗ്ദാനം അതിൽപ്പെട്ട വേറൊന്നാണ്. ഹജ്ജിനും ഉംറക്കും കഴിവെത്തിയോ നിർബന്ധ ബാധ്യതകൾ വീട്ടേണ്ടതുണ്ട്. കടം ഒരു നിർബന്ധ ബാധ്യതയാണ്, വീട്ടിയേക്കണം. അയാൾ മറന്നുപോയാ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കരുത്. വീട്ടാൻ കൈവെത്തുന്നവരെ അള്ളാഹിനോട് ദ്വാരക്കുക, പടച്ചോനെ വീട്ടിൽ തരണം, വീട്ടിൽ തരണം, വീട്ടിൽ തരണം എന്ന് ദ്വാരക്കുക. അല്ലാഹു തആല വീട്ടാളെ മാർഗം തരുമല്ലോ. എന്നിട്ടങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വീട്ടുക. മറ്റേത് പിന്നെ ആർക്കും കടം തരാൻ തോന്നൂല. നമുക്ക് നാട്ടിൽ തന്നെ ഒരു പേരായിപ്പോ, നിങ്ങൾ കൊടുത്താൽ അത് ഫീസബീലായി കൂട്ടേണ്ടി വരും കേട്ടോ എന്ന് പറയും ആൾക്കാർ. ഫീസബീലായി കൂട്ടുകയെന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? തിരിച്ചു കിട്ടൂല. അള്ളാഹിന്റെ മാർഗത്തിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ആകാൻ പാടില്ല. കൊടുക്കണം, അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കണം. ചിലരുണ്ട്, ഇവിടെ ഒന്നും അത് ഉണ്ടാകൂല, അതുകൊണ്ട് പിന്നെ ഞാൻ പറയേണ്ടിയില്ല. ചിലരുണ്ട്, ചില കടയിൽ നിന്ന് ഒരു പറ്റ് വാങ്ങും. പറ്റ് വാങ്ങിയിട്ട് ഒരു പകുതി പൈസ അല്ലെങ്കിൽ മുക്കാ കാശ് അവിടെ കൊടുക്കും. ഒരു 20,000 പറ്റെന്ന് കൂട്ടിക്കോളൂ, ഉദാഹരണം പറയാം. ഒരു 15 18 കൊടുക്കും, ബാക്കി 2 ബാക്കി ഉണ്ടാവും. പിന്നെ ആ പരിസരത്തിലേക്ക് ആൾ പോല, പിന്നെ വേറെ കടയിൽ തുടങ്ങി പറ്റ്. അവിടെയും അങ്ങനെ ഒരു 3 4 വേറെ ബാക്കി വെച്ചു. പിന്നെ 4ാമത്തെ കൊല്ലം വേറെ കടയിൽ നിന്ന്. എല്ലാ കടയിലും ഇങ്ങനെ 2 3 4 ബാക്കിയാണ്. ഇത് കടം തന്നെയല്ലേ, കൊടുക്കണം. ചിലരുണ്ട് വീട് പണിയും മറ്റു പണിയൊക്കെ എടുപ്പിക്കും. എന്നിട്ട് കുറച്ച് കാശ് കൊടുത്തിട്ട് പിന്നെ ബാക്കി എടുക്കട്ടോ, നാളെ കാണട്ടോ, അടുത്ത മാസം ആക്കട്ടോ എന്നൊക്കെ പറയും. പിന്നെ 2 3 പ്രാവശ്യം അവരിങ്ങനെ ചോദിക്കും, വല്ലതും ഉണ്ടോ തരാന്, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ മോന് കാശ് അയച്ചിട്ടില്ല, ഇപ്പൊ കുറച്ച് ഡള്ളാണ്, കുറച്ച് പിന്നെ വേറെന്താ പറയണ്ടേ, കുറച്ച് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞൊപ്പിക്കും. 2 3 തവണ ചോദിച്ച് പിന്നെ അവർ ചോദിക്കാതെ പൊരുത്തപ്പെട്ടെന്നിട്ടൊന്നുമില്ല. പിന്നെ അതൊരു ബാധ്യതയായി ബാക്കിയാവും. താമസിക്കുന്ന വീടിന്റെ ബാധ്യതകൾ ഘട്ടം ഘട്ടമായിട്ട് വീട്ടുക. ഒറ്റടിക്കൊന്നും വീട്ടാൻ ചിലപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് പൂർത്തിയാക്കി വീട്ടണം. ഒരു ഹക്കതിൽ ബാക്കി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ നിസ്കരിക്കുന്ന, കിടന്നുറങ്ങുന്ന, ഖുർആൻ ഓതുന്ന വീടല്ലേ, പൂർണ്ണാർത്ഥത്തിൽ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കണം. ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അവിടെ ഒരു ചെറിയ പണി എടുപ്പിച്ചാലും തുടക്കത്തിൽ പറഞ്ഞു പണിക്ക് ഇത്ര കൂലിന്ന്, പെട്ടെന്ന് എടുപ്പിക്കുമ്പോ പെട്ടെന്ന് ആള് സ്പീഡിലെടുത്തു, നല്ല വൃത്തിയാക്കി തന്നെ എടുത്തിട്ടുണ്ട്. ഇത്ര വേഗം തീരും നമ്മൾ കരുതിയിട്ടില്ല. നിശ്ചയിച്ചത് കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റൂല. നല്ല മല്ലുള്ളൊരു വ്യക്തി, നല്ല ആരോഗ്യമുള്ള ഒരാള് ഒരു ലോഡ് വിറക് ഇങ്ങനെ നമ്മളെ മുറ്റത്തൊരു നല്ല തടി വിറക്, മുട്ടി വിറക് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നല്ല മുട്ടികളാണ്. ഇത് കൊത്തി ചെറിയ 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 പീസാക്കണം. അപ്പൊ ഇയാള് വന്നിട്ട് പറഞ്ഞത് കൊത്തട്ടെ എന്ന് വെച്ചു. കൊത്തിക്കോട് എത്ര കാശ് വേണം? 5000 റുപ്യ. അപ്പൊ മറ്റേ ആള് കരുതി ഒരു 4 ദിവസം 5 ദിവസമൊക്കെ കൊത്താനുണ്ടാവും. കാരണം എത്ര ഒരു ലോഡില്ലേ, വലിയ ലോറി കൊണ്ടൊന്നും തട്ടിയതല്ലേ. ഇയാള് 2 ദിവസം കൊണ്ട് കൊത്തി തീർത്തു. അത് അയാൾക്ക് അല്ലാഹു കൊടുത്ത ആരോഗ്യല്ലേ, ഏത് ജാതി ആയിക്കോട്ടെ. കൊത്തി അങ്ങ് തീർത്ത് റെഡിയാക്കി അടുപ്പിൽ വെക്കാൻ പാകത്തിലാക്കി. എത്ര നേരത്തെ പറഞ്ഞ്? 5000 കൊടുക്കണ്ടേ? 2 ദിവസമായിട്ടുള്ളത് കൊണ്ട് 2000 മതി, പൊയ്ക്കോളൂ എന്ന് പറയാൻ പറ്റുമോ? 5 കൊടുക്കണം. 4999 കൊടുത്താൽ പോരാ, 5 കൊടുക്കണം. പൂർണ്ണമായിട്ട് കൊടുക്കണം.
ഒന്നും ബാക്കി വെക്കാൻ പാടില്ല. അങ്ങനെ ബാധ്യതകള് ആഖിറത്തിലേക്ക് വേണ്ടി എന്ന ചിന്തയിൽ ഒന്നും ബാക്കി വെക്കരുത്, ഒക്കെ കൊടുക്കണം. നേർച്ചകളൊക്കെ വീട്ടണം. അപ്പൊ കഴിഞ്ഞ വർഷം നേർച്ചയാക്കിയത് പലതും ഉണ്ടാവും അല്ലേ? ഇഫായ റാത്തീബിലേക്ക് ഈ വർഷം നേർച്ചയാക്കണം. ഇനി ഞാൻ ഇത് പറഞ്ഞോളൂ, ഇനി നാളെ മുതൽ ആരും നേർച്ചയാക്കാൻ നിൽക്കണ്ട. നേർച്ചയാക്കിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇനി നേർച്ച ഒന്നും കൊടുക്കണ്ട. ഉസ്താദ് ഇന്നലെ വേദ പറഞ്ഞിട്ടുണ്ട്, ഒന്നും കൊടുക്കണ്ട കേട്ടോ, തൽക്കാലം കൊടുക്കാൻ കഴിയില്ലാന്ന് എഴുതിയിട്ട് പിന്മാറണ്ട, എല്ലാവരും കൊടുത്തോളൂ. നേർച്ചയാക്കും വേണം, കൊടുക്കും വേണം. എന്നിട്ട് റാത്തീബ് വിജയിപ്പിക്കണം. അല്ലാഹു തആല